നമസ്കാരം. നമസ്കാരം. അപ്പൊ ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ് ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നോക്കിക്കോണം അയാളുടെ ഓരോ നമ്പറുകൾ. ഒരുപാട് ഫെയിം ഉള്ള ഒരാളാണ് ഡോക്ടർ റോബിൻ. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫെയിമിന്റെ ഒരു ബലത്തിലാണോ ഈ ഒരു സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത്? ഞാനോ അങ്ങനല്ല ഉദ്ദേശിച്ചത്. പൊതുവേ പറഞ്ഞത് ആര് വേണേലും ആവാം. MBBS പഠിക്കുന്ന ടൈമിലാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, MBBS പഠിക്കുന്ന ടൈമിലാണ് എനിക്ക് പൊളിറ്റിക്സിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മുടെ ആറാട്ടണ്ണനോ അല്ലെങ്കിൽ അരുൺ ജോസ് പെരേരയ്ക്കൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ, അവരെ കൊണ്ട് ഒരു റോളിൽ അഭിനയിക്കാൻ അവർക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ എനിക്ക് ചാൻസ് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാന്നുള്ളൂ. ഞാൻ അത് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആഗ്രഹം ഇതായിരുന്നു. അതുകൊണ്ടാണ് ഈ വേഷം നടത്തിയത്. ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ. ഇപ്പൊ റോബിനെ നമ്മൾ ഒരുപാട് കാലങ്ങൾ കേട്ടതാണ്. റോബിന്റെ ഈ സിനിമ ആഗ്രഹം മൂല്യാധിഷ്ഠമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഈ നിയമസഭയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 4 വർഷം വെയിറ്റ് ചെയ്യണം. അപ്പൊ 4 വർഷം കൊണ്ട് എന്നെ മറന്നു പോകുന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിളിച്ചിരുന്ന് പറയുന്ന ആ ചിന്ത മാറാനും ഇതിലേക്ക് വരാൻ വേണ്ടി ഇടയ്ക്ക് ഒരു സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഫെമിലർ ആയിട്ടും. എന്ത് കോവയ്ക്ക മൊണ്ണയാടാ പക്ഷേ ലൈക്ക് ഇതിലേക്ക് എങ്ങനെ എത്തണം ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ആരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ റെക്കമെൻഡ് ചെയ്യാനൊന്നും ആരും ഇല്ല. സോ വലിയ കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരം ഒന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെയുണ്ട്. അപ്പൊ അതുകൊണ്ടാണോ ഈ ഒരു ഫെയിമിനോട് ഇത്ര ഒരു 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 ഇഷ്ടം? നമ്മുടെ പേരിനുണ്ടായ ഡാമേജ് അത് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? ഞാൻ പറയട്ടെ, ഞാൻ അധികം പഠിക്കുന്ന ഒരു കുട്ടിയല്ലായിരുന്നു. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല. ബാക്ക് ബെഞ്ചർ ആയിരുന്നു. ടീച്ചേഴ്സൊക്കെ എപ്പോഴും പടി എന്ന് പറഞ്ഞ് പിടിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? ഗോപുരമൻ കഥ പറയേ. ഞാനങ്ങനെ ഓക്കെ, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു കുറവുണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ളൊരു സംഭവമുണ്ട്. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ പഠിക്കുന്ന കുട്ടികളെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ എത്തും. പഠിക്കാത്ത എന്നെ പോലെയുള്ള കുറേ കുട്ടികളുണ്ടാവും. അവർക്കൊരു മോട്ടിവേഷൻ. എന്നെ പോലെയുള്ള കുട്ടികളും ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ എത്തണം. ഞാൻ കൊള്ളരുതാത്തവൻ തന്നെ, ഈ നാടിന് വീടിന് ഗുണമില്ലാത്തവൻ തന്നെ. എന്നെ പോലെ ഒരാളെന്ന് പറഞ്ഞാൽ കുറച്ച് കുരുത്തം കെട്ട അല്ലെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് അല്ലാത്ത കുട്ടികളും ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ എത്തണം. അതേപോലെ ഒരാളാവാനാണ് ഞാൻ ശ്രമിച്ചത്. പഠിക്കണ കാലത്ത് കുസ്തി എന്ന് പറഞ്ഞ നടന്നോണ്ടാ 10ാം ക്ലാസ് തോറ്റ് എന്ത് ജോലി കിട്ടാനാ? BA ജോലി കിട്ടിയില്ല, പിന്നല്ലേ എനിക്ക് ബിഗ് ബോസ് ഷോനെ പറ്റി പെട്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു. ലീവ് എടുത്ത ടൈമിലാണ് ബിഗ് ബോസ് സീസൺ 3 നടക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഫെയിം ആകാൻ പറ്റും. അപ്പൊ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വൈറലാവുന്ന ഇപ്പൊ ചിലരുടെ വയറ്റുപഴപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാവാൻ ഒരുപാട് മോഹിച്ച ഒരാൾക്ക് ഫെയിം കിട്ടാൻ വേണ്ടി ബിഗ് ബോസിൽ പോയി. ശരിക്കും അതെ, വയറ്റിപ്പഴപ്പല്ലേ. അത്തരത്തിലുള്ള ഒരു ഫെയിം ആണോ ശരിക്കും രാഷ്ട്രീയത്തിൽ ആവശ്യം? അല്ല, എടാ നമ്മളിങ്ങനെ നടന്നിട്ടൊരു കാര്യമില്ല. ജനങ്ങൾക്കും നാടിനും നല്ലതൊക്കെ ചെയ്യാൻ പറ്റണം. ഞാനൊരു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിട്ട് ഞാനിപ്പം GG ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഈ കുരുട്ടുബുദ്ധി കാണിക്കുന്ന എഫേർട്ടിന്റെ പകുതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലിട്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ കളത്തി നിൽക്കാം. അപ്പൊ ഈ ഒരു ഫെയിം ആക്ച്വലി എനിക്ക് ഈ പറഞ്ഞ മെയിൻ ലീഡേഴ്സിലേക്ക് എത്താൻ ഈസി ആയിരുന്നു. ഉളുപ്പാണ് ഉളുപ്പ്, നമുക്കൊന്നും പറ്റില്ല. ഇത് അധ്വാനിച്ച് ജീവിക്കണം, അതേ പറ്റൂ.